ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ IPL-ൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ക്വാളിഫയർ 1-ൽ കരുത്തരായ പഞ്ചാബ് കിങ്സും RCB-യും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 മുല്ലൻപൂരിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഫൈനലിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രണ്ട് ടീമുകളുടെയും ഒരു പോസിബിൾ ലൈനപ്പ് അല്ലെങ്കിൽ പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. cricket.com പുറത്തുവിട്ട ഒരു 11 ആണ് നമ്മൾ പരിശോധിക്കുന്നത്. പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ് എന്നിവർ ഉണ്ടാകും. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് ജോഷ് ഇംഗ്ലീഷ് ആയിരിക്കും. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അവിടെയുണ്ട്. നെഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, ഹർപ്രീത് ബ്രാർ, കെയിൽ ജാമിസൺ, അർഷദീപ് സിംഗ്, സേവിയർ ബാർലറ്റ് അതല്ലെങ്കിൽ അസ്മത്തുള്ള ഉമർസായി, ഇങ്ങനെയാണ് അവരുടെ ഒരു 11 വരിക. ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് നമുക്ക് യുസ്വേന്ദ്ര ചഹലിനെ പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു മികച്ച 11 തന്നെ പഞ്ചാബ് കിങ്സിന് ഇത്തവണ അവകാശപ്പെടാൻ കഴിയുന്നുണ്ട്. ഇനി RCB-യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോഷ് ഹേസൽവുഡ് ഇന്നത്തെ മത്സരത്തിൽ കളിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ ദിനേശ് കാർത്തിക് നൽകിയിരുന്നു. ഇനി ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. മായങ്ക് അഗർവാൾ, ലിയാം ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ തന്നെ ഇന്ന് ക്യാപ്റ്റൻ ആകും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, യശ് ദയാൽ, ജോഷ് ഹേസൽവുഡ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാകും. അതല്ല എങ്കിൽ നുവാൻ തുഷാരയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. സുയാഷ് ശർമ്മ. ഇനി ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് രജിത് പട്ടിദാറിനെയാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. അദ്ദേഹം പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുക്തനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്യാപ്റ്റന്റെ സ്ഥാനത്തുണ്ടാകും. ഏതായാലും IPL-ന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കിരീടം പോലും നേടാത്ത രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കിരീടം നേടാനുള്ള സുവർണാവസരമാണ് രണ്ട് ടീമുകളെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലെ വിജയത്തിനായിരിക്കും രണ്ട് ടീമുകളും ഒരുപോലെ പ്രാധാന്യം നൽകുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.